നമ്മൾ എന്തായാലും ഒരു കോമഡി റൗണ്ട് ആണല്ലോ കണ്ടത്. അപ്പോൾ ഇവരോട് ചോദിക്കാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട അതായത് കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? എനിക്ക് എപ്പോഴും കോമഡി ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് ഉർവശിനെയാണ്. ഏതൊരു കൊടുത്താലും അത് എൻ്റെ അത് 100% നമുക്കത് കിട്ടുന്നുണ്ട്. ആ കോമഡി ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഉർവശിനെയാണ് ഇഷ്ടം. ദിവ്യശ്രീക്ക് ആരെയും ഇഷ്ടം? എനിക്ക് ഉർവശിനെ ഇഷ്ടമാണ്. പക്ഷെ മെയിലാണോ ചോദിക്കുന്നത്? മെയിലോ ഫീമെയിലോ ആരും? ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ശ്രീകുമാർ. ശ്രീകുട്ടിക്ക് ആരെയും ഇഷ്ടം? ശ്രീകുട്ടി ഇങ്ങനെ ആരെങ്കിലുമൊക്കെ റെഫറൻസ് എടുക്കാറുണ്ടോ? ഞാൻ എപ്പോഴും കൽപ്പന ചേച്ചിയുടെ ബിഗ് ഫാനാണ്. പൊതുവെ എൻ്റെ സംസാരം ഭയങ്കര സ്പീഡാണ്. ചേച്ചിയും ഭയങ്കര സ്പീഡിൽ തന്നെ കൗണ്ടർ പറയുന്ന ഒരാളാണ്. ഒരു ഗ്രേറ്റ് ഈ അവസരത്തിൽ അവരെ നമിക്കുവാണ്. ഭയങ്കര റേഞ്ചുള്ള ഒരു ആക്ട്രസ്സാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. അവസാന കാലത്താണ് വേറൊരു ഷെയ്ഡ് ചേച്ചി നമ്മൾ കണ്ടത് കുറേ ഇതിലൊക്കെ. ഭയങ്കര രസമാണ്. ഇപ്പം എന്താ പറയുക, പല സാധനങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് എൻ്റെ ലൈഫിൽ തന്നെ. പാവത്തുങ്ങൾക്ക് ഇത്ര സൗന്ദര്യം, ഇതൊക്കെ ഈ സാധനമൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. മൈ ഫേവറേറ്റ് ഈസ് കൽപ്പന ചേച്ചി. സിഞ്ചുവിന് അങ്ങനെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ജഗദീഷ് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ അദ്ദേഹത്തിന്റെ സിനിമകളും കൗണ്ടറിലൊക്കെ ചിരിക്കുന്ന ആളാണ്. ഭയങ്കര ഇഷ്ടമാണ്. അതെ, ആരാണ് അല്ലാത്തത് അല്ലേ? എന്തായാലും നമുക്ക് ഇപ്പൊ ഇവരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. ഉർവശി ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, വരൂ. ശരി, അപ്പൊ ഉർവശി ചേച്ചി ഇഷ്ടമാണെന്ന് വിദ്യ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഉർവശി ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ്, ഒരുപാട് അവരുടെ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ ഒന്ന് അഭിനയിച്ച് ആ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് ഒന്ന് അഭിനയിച്ച് കാണിച്ചു തന്നാൽ എങ്ങനെ ഉണ്ട് എന്നറിയാലോ. റെഡി? ഏതാ, എന്തെങ്കിലും മനസ്സിലുണ്ടോ ഏതാ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് തോന്നുന്നത് കടിഞ്ഞൂൽ കല്യാണത്തിലെ ഒരു എന്റെ ആദ്യത്തെ അതാണോ ബ്രഷ്? സൂപ്പർ സൂപ്പർ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല, എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനിന്ന് ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചിയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാടെ ഒരു മാങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്? പണിക്കരെ, ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെ. ഇത് കണ്ടോ, പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്. എന്നിട്ട് ആ മാങ്ങ ഒറ്റയേറിന് തന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തിന്നുകയും ചെയ്തു. അതിന്റെ അണ്ടി ചിലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും. ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്കാം, അല്ലേ?